കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടികൂടി. ഇന്നലെ രാത്രിയിൽ കൊച്ചി പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. നിർണായകമായ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക് പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ഐജു തോമസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നുള്ള റെയ്ഡിൽ നിന്നും പുറത്തു വരുന്നത്. താങ്കൾക്ക് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ? നമസ്കാരം. ഇതിപ്പോ ഇന്നലെ 9 മണിയോടുകൂടി ഹോസ്റ്റലിൽ റെയ്ഡ് നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത്. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ. ഇന്നിപ്പോ ഹോളി ആഘോഷിക്കാനിരിക്കുന്നത് കാരണം ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലുള്ള റെയ്ഡും അപ്പോൾ കൂടുതൽ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ട് നമ്മളെ അറിയിച്ച് പെട്ടെന്ന് തന്നെ അറിയിച്ച് ഒന്ന് നടത്തിയ ഒരു റെയ്ഡായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ കിട്ടിയിരിക്കുന്നത്. സർ, ഇതിപ്പോൾ വലിയൊരു ശേഖരമാണ്, 2 കിലോയോളം അടുപ്പിച്ചുണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട്. അവിടെ നിന്ന് ത്രാസൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ വാർഡൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് അറിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നത് ഉൾപ്പെടെയുള്ള ഒരു സംശയം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോ പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവം നമുക്കിതിനെ സൂചിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. കാരണം ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും 6 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഇത്തരം ഇഷ്യൂസ് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് എടുത്തെടുക്കാനുള്ള കാരണം കുട്ടികളിൽ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന ബിഹേവിയറൽ ചേഞ്ച് ആണ് ഞങ്ങളെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അത് വീക്കാൻ ക്യാമ്പസ് അഗൈൻസ്റ്റ് നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അത് പോലീസുമായിട്ട് ചേർന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയ റെയ്ഡുകളും ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. നാളെ ആഘോഷം ഇന്ന് നടക്കാൻ പോകുന്നു. അതിന്റെ ഒരു മുൻകരുതൽ എന്നുവെച്ചാൽ ഒരു മുൻകരുതലായിട്ട് തന്നെയാണ് നമ്മൾ ഈ റെയ്ഡിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് സംയോജിതമായ ഈ കുട്ടികൾ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിവരം നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ സംയുക്തമായിട്ട് സഹകരിച്ചുകൊണ്ടാണോ ഈ റെയ്ഡ് വന്നത്? സംയുക്തമായി സഹകരിച്ചു എന്നുള്ളതിനപ്പുറം നമ്മൾ ഈ 6 മാസമായിട്ട് ഈ അധികാരികളുമായിട്ട് നമ്മൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം. കാരണം ആഘോഷം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള അളവിൽ സൂക്ഷിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് കാരണമാണ് ഒരുപക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടിയത്. എന്നാലും ക്യാമ്പസിൽ ഇത്തരം ഇഷ്യൂസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ സർക്കാർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ കടുത്ത നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് സമയത്ത് അത് ട്രേസ് ചെയ്യാനും കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നേർവഴിക്ക് കൊണ്ടുവരിക, ഇത്തരം റെയ്ഡുകൾ നടത്തുക. അപ്പം അധികാരികളുടെ ഒരു സംയോജിത ഇടപെടൽ തന്നെയാണ് ഈ ഒരു കാര്യം നമുക്ക് തന്നെ കാണണം. ഇതിപ്പോൾ ഇനിയും കൂടുതൽ പരിശോധനകളിലേക്ക് പോകുമോ? അത് മാത്രമല്ല ഈ ഹോസ്റ്റലിൽ നിരവധി കുട്ടികൾ വേറെയും ഉണ്ടാകാം. ഈ കോളേജിന്റെ ഭാഗത്ത് നിന്നായിട്ട് ഇനി മുന്നിലേക്കുള്ള നടപടികൾ എന്തായിരിക്കും? ഈ കുട്ടികളിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, കോളേജിനെ സംബന്ധിച്ച് ഇതൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കൂടുതൽ ജാഗ്രത പുലർത്തുക, വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് കോളേജിന്റെ ഭാഗത്ത് നിന്നും എങ്ങനെയായിരിക്കും? ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലോട്ട് അവരിൽ നിന്നും വിശദീകരണം തേടുന്ന തലത്തിലേക്കൊക്കെ കോളേജും പോകുമോ? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പൊ ഇത് പെട്ടെന്നുള്ള നടപടി അല്ല. കാര്യം ഞങ്ങൾ ഇത് നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിന് റിപ്പോർട്ടുകൾ ലഭിക്കുകയും അത് സമയാസമയങ്ങളിൽ കൈമാറിയിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഒരു 3 മാസം മുമ്പ് തന്നെ കോളേജിൽ നമ്മളൊരു പാർട്ട് ടൈം കൗൺസിലറെ വെച്ചിട്ടുണ്ട്. പേരൻസും PTA നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ക്യാമ്പസിൽ ഇപ്പം വളരെ വലിയ വിപുലമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ക്യാമ്പസിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിക്കപ്പുറം ഇത് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം. അത് മുൻകൂട്ടി കണ്ട് സംയോജിതമായി ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ. ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇതിപ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല അവർ തന്നെ അവിടെ കാരിയർമാരായിട്ട് മാറുന്നു എന്നുള്ളൊരു ആശങ്കയുണ്ട് ഇതിൽ. അത്തരമൊരു ആശങ്കകൾ മിക്കവാറും ചർച്ചകളിലും പല ആൾക്കാരും സൂചിപ്പിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇത് ഒറ്റപ്പെട്ട ക്യാമ്പസ് അല്ല. ഇത് പൊതുവെ ലഹരി കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് നേരത്തെ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള ഒരു മെച്ചം. അല്ലാതെ ഉപയോഗിച്ചതിന് ശേഷം കണ്ടെത്തുക വളരെ മുൻകൂട്ടി ചെയ്ത ഒരു പ്രവൃത്തി. അത് നമ്മൾ സ്വാഭാവികമായിട്ടും അതൊരു അഭിനന്ദനം അർഹിക്കുന്ന നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഈ പിടിയിലായവർ 3ാം വർഷ വിദ്യാർത്ഥികളാണോ എല്ലാവരും?
മൂന്നാം വർഷ വിദ്യാർത്ഥികളാണല്ലോ. സ്വാഭാവികമായിട്ടും പല പ്രലോഭനങ്ങൾക്കും ഒക്കെ വഴിയായിട്ട് ഇതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളപ്പോ അവരെ 100% കുറ്റപ്പെടുത്തുക എന്നുള്ളതിനപ്പുറം നമ്മൾ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയായിരിക്കാം സർക്കാരിന്റെ നടപടി, സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ ഈ 3 കുട്ടികളൊക്കെ ഓടിപ്പോയിട്ടുണ്ട് എന്നറിയുന്നു. അവരെ സംബന്ധിച്ച് അന്വേഷണമുണ്ട്. ഏറ്റവും പുതിയതായിട്ട് പോലീസിൽ നിന്ന് കോളേജിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ പോലീസിന്റെയും കൂടെ സാന്നിധ്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഇനി അവിടെ ഉണ്ടാകുമോ? അതിനെക്കുറിച്ചൊരു വ്യക്തത എനിക്കില്ല. എന്തായാലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട റെയ്ഡ് അല്ല, ഇത് തുടർച്ചയായ നടപടിയുടെ ഭാഗം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും തുടർച്ചയായ നടപടികൾ ഉള്ളൊരു സാധ്യത എന്തായാലും കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കുട്ടികളെ ആ രീതിയിൽ തന്നെയാണ്. ഇതിപ്പോ മാധ്യമങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്ന അർത്ഥം ഞങ്ങൾ ആദ്യമായിട്ട് അറിയുകയല്ല. ഇതൊരു ഒരു ലോങ് ടേം ചർച്ചയൊക്കെ ചെയ്യുന്നത് വളരെ റീസെന്റ് ആയിട്ടാണ്. പക്ഷെ ഞങ്ങളൊരു 6 മാസം മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പ്രോഗ്രാം, അതിന്റെ ഭാഗമായിട്ട് പോലീസ് കറക്റ്റായിട്ട് ഇടപെട്ടു. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആശങ്കയ്ക്കപ്പുറം അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലേ ഇനി? സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ കൂടി അവരെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും. പിന്നെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് ഒരു കമ്മീഷനെ വെക്കുകയും ചെയ്യും. പിന്നെ ഇവരെല്ലാം ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്. ക്യാമ്പസ് ഇനിയിപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കൂടി മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ചെന്നതിന് ശേഷം അക്കാഡമിക് കൗൺസിൽ കൂടിയതിനു ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. അതുകൊണ്ട് ഇവരെ തിരിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരിക, അത് തന്നെയാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ഐഷു തോമസ്.